നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുന്ന സമയത്ത് ഇത്രയും തിളക്കത്തിനും ഭംഗിയിലിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പിന്നിലൊരു സത്യാവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ ഒരു കച്ചവടക്കാർ ഫ്രൂട്ട്സ് പഴുപ്പിക്കാനായിട്ട് ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. എത്തിപ്പോൺ എന്നാണ് നമ്മളതിന് പറയുക. FSSAI പോലും അംഗീകരിക്കാത്ത ഒരു തരം കെമിക്കലാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് അവർ ബൾക്കിൽ ധാരാളം ഫ്രൂട്ട്സിനെ ഒരു 2 മണിക്കൂർ, വിതിൻ 2 മണിക്കൂർ 3 മണിക്കൂറോടൊക്കെ ഇങ്ങനെ പഴുപ്പിച്ചെടുക്കുക. ഈ ഒരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും എത്രത്തോളം ഹാനികരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിന്ന്. ചില ആൾക്കാർ കാണാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, ഉച്ചയ്ക്ക്, ഡിന്നറിന് ഒക്കെ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് ഫ്രൂട്ട്സ് കഴിക്കുന്ന ധാരാളം ആളുകൾ. പക്ഷെ ഇത്രയും ഹെൽത്തി ആയിട്ട് കഴിച്ചിട്ടും അവർക്ക് വയ്യായ്കളും രോഗങ്ങളും ഇപ്പോഴും ഉണ്ടാകും. എന്തുകൊണ്ടാണ്? കാരണം ഇത്രയും കെമിക്കൽസ് ആണ് നമ്മൾ നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ കുറേ കുട്ടികൾക്ക് വരെ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സ് കൊടുക്കുന്ന പാരൻസിനോട് പറയാനുള്ളത്, ഇപ്പോൾ തൊട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വാങ്ങുക. കാരണം ഇപ്പോഴത്തെ ഒരൊറ്റ ഫ്രൂട്ട്സ് നമുക്ക് അത്രയും ഒരു നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങൾ വളർത്തുന്നതാണ്, നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ സേഫായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാലത്ത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. സ്റ്റേ ഹെൽത്തി.